ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കാടമുട്ട മസാല ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്ന് നമ്മൾ കാടമുട്ടൻ്റെ ബോക്സ് അങ്ങോട്ട് എടുത്തു വന്നിക്കണം കേട്ടോ. ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ 2-3 പൊട്ടിക്കണ്. ബാക്കിയൊക്കെ കൂടെ നമ്മൾ കുക്കറിലിട്ട് വൃത്തിയാക്കി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതവിടെ ആകുമ്പോൾ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചായ തിളച്ചപ്പോൾ തന്നെ നമ്മൾ കുക്കറിലെ മുട്ടൊക്കെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടൊക്കെ വേഗം ഇത് പൊളിക്കാനാണ് ടാസ്ക്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എല്ലാം കൂടെ വേഗം പൊളിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്താ വേണ്ടിയത്? മസാല. അപ്പം നമ്മൾ മസാല റെഡിയാക്കിയാലോ. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച കാടമുട്ട ഉണ്ടല്ലോ, അതങ്ങോട്ട് അയക്കാണ്ട് കൊട്ടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല അടിപൊളി മസാല കാടമുട്ട റെഡി. അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ചായ ഉണ്ടാക്കിയിട്ടാ. ചായക്ക് കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ ചായ അങ്ങോട്ട് റെഡിയാക്കി. ഇനി നമുക്ക് കാടമുട്ടയും ചായക്കൊക്കെ എടുത്തിട്ട് പ്രമുഖരുടെ അഭിപ്രായങ്ങൾ അറിയാൻ പോകാം. പ്രമുഖർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഉപ്പച്ചി, എൻ്റെ അനിയത്തി, എൻ്റെ മോൻ കേട്ടോ. ഒരു 3 ആളാണ് മെയിനായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് വേണ്ടിയത്. അതിന് നമ്മളത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഴ കൂടെ വേണമായിരുന്നു. എന്ത് ചെയ്യാനാ, മഴ എഴുതിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കട്ടോ. അപ്പം നമുക്ക് അഭിപ്രായങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. ആദ്യം നമുക്ക് പൊന്നുവിനോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ട് പൊന്നു? അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.